എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 5-ാം തീയതിയിലെ ദീപിക പത്രത്തിൻ്റെ മുൻവശത്തെയും രണ്ടാമത്തെയും പേജും ഒക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ ഒന്നാമത്തെ പേജ് ഒന്ന് കാണിക്കാം. ഒരു ഫുൾ പേജ് പരസ്യമാണ്. കഴിഞ്ഞ ദിവസം പൊതുജനത്തിൻ്റെ നികുതി പണം എടുത്ത് എല്ലാ പത്രത്തിലും ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് കേട്ടത്. ഞാൻ ദീപിക വരുന്നതുകൊണ്ട് ഞാനിതാ കണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ വാർത്തയ്ക്ക് ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നേരത്തെ ഈ സൈലം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഈ പ്രയോഗം പ്രയോഗിച്ചത്. അന്ന് ഒരു പ്രയോഗം പ്രയോഗിച്ചപ്പോൾ അന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട്, മനോരമയായിരുന്നു അന്ന് എൻ്റെ പത്രം, മനോരമ എനിക്കെതിരെ കൊണ്ടൊരു കേസൊക്കെ കൊടുത്തതാണ് ആ സംഭവത്തിൽ. എന്നിട്ട് പിന്നെ അത് അവസാനം അത് വേണ്ട പോലെയൊക്കെ അങ്ങ് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഭാഗത്ത് ഞാൻ ഉറച്ചു നിന്നു. മനോരമ പതുക്കെ ആ കേസും പിൻവലിച്ചുകൊണ്ട് പോയി. അന്ന് ചീറ്റിപ്പോയ പരസ്യത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം വീണ്ടും എടുത്ത് ദീപികയ്ക്കകത്തൂടെ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ 10 വർഷം മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാമത്തെ അതിൻ്റെ പ്രധാന ഭാഗമായിട്ട് കിടക്കുന്നത്, ആനവണ്ടികൾ കട്ടപ്പുറത്ത്, പൂട്ടലിൻ്റെ വക്കിൽ KSRTC, മാസം 124 കോടിയോളം രൂപ നഷ്ടം. 10 വർഷം മുമ്പ് KSRTCയുടെ അവസ്ഥയെ ഇന്ന് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പം നിലവിലത്തെ KSRTCയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞങ്ങൾ നേരത്തെ KSRTCയുടെ ആസ്തി തൂക്കി വിറ്റാൽ 6000 കോടി, KSRTCയുടെ ബാധ്യത 17,000 കോടി എന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുകൂടെ ചേർത്ത് കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. KSRTCയിൽ ഓടുന്നത് 5000 മുതൽ 6000 വരെ ബസ്സുകളാണ് ഉള്ളത്. അതിനകത്ത് ഒരു 10,000 ബസ് വെറും പാട്ട കഷ്ണങ്ങളാണ്. ഇങ്ങനെയുള്ള 5000 മുതൽ 6000 വരെയുള്ള ബസ്സുകളെല്ലാം കൂടെ തൂക്കി വിറ്റാൽ കിട്ടുന്നത്, ഇതിൻ്റെ സ്ഥലവും ഇതിൻ്റെ യാർഡും ഇതിൻ്റെ സ്റ്റേഷനും ഇതിൻ്റെ സ്റ്റാൻഡും എല്ലാം കൂടെ തൂക്കി വിറ്റാൽ കിട്ടുന്നതാണ് 6100 കോടി. നിലവിൽ KSRTCയുടെ കടം 17,000 കോടി. കടത്തിന് ഒരു 9% പലിശ വെച്ച് കൂട്ടിയാൽ 1530 കോടി രൂപ ഒരു വർഷം പലിശ വേണം. എന്ന് പറഞ്ഞാൽ 128 കോടി രൂപ മാസം പലിശ വേണം. ഇവിടെ പറയുന്നത് KSRTC 124 കോടിയോളം രൂപ നഷ്ടമെന്ന് അന്ന് പറയുമ്പം ഇന്ന് KSRTC ഒരു മാസം പലിശ അടയ്ക്കുന്നത് 128 കോടി. KSRTCയിലെ സ്റ്റാഫ് എന്ന് പറയുന്നത് 30,533 പേര് തൊട്ട് 34,000 പേര് വരെ. കൃത്യമായ കണക്കൊന്നും അവർക്ക് പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. പെൻഷൻകാർ 42,000 മുതൽ 43,000 പേര് വരെ. ഇതിനും കൃത്യം കണക്കൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അവിടെ ഇവിടെയും പറയുന്നത് 42,000 മുതൽ 43,000 വരെ. ഈ ബസ് സ്റ്റാഫ് പിന്നെ വന്ന് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നാലും പെൻഷൻ മേടിക്കുന്നവരുടെ കാര്യത്തിൽ പോലും ഒരു കൃത്യം കണക്കില്ലെന്ന് പറയുമ്പോൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയും. എന്നിട്ട് പറയുന്നത് ഡിസംബർ 31-ന്, അത് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പേജിൽ കിടക്കുന്നതാണ്, KSRTC ഡിസംബർ 31-ൻ്റെ വരുമാനം എന്ന് പറയുന്നത് വമ്പം വരുമാനമാണ്. 9.72 കോടി. അതെന്നാന്ന് ചോദിച്ചാൽ ഈ ശബരിമല സീസൺ അങ്ങോട്ട് മൂത്ത് നിന്ന് അയ്യപ്പന്മാരുടെ കൊങ്ങയ്ക്കെല്ലാം പിടിച്ച് ഭയങ്കര പൈസ പിടിച്ച് മേടിക്കുന്ന സമയത്ത് ആ ഒരു ദിവസം എങ്ങാണ്ട് കിട്ടിയതാണ് 9.72 കോടി. ഇനി ആവറേജ് KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു 9 കോടി വെച്ച് കൂട്ടിയാൽ 30 ദിവസവും ഈ ശകടങ്ങളെല്ലാം കൂടി ഓടിയാൽ, ഇതെല്ലാം കൂടെ 30 ദിവസം ഓടേണ്ട പോലെ ഓടിയാൽ 270 കോടി കിട്ടുള്ളൂ. എല്ലാ ദിവസവും ഇത് 30 ദിവസം ഇത് ഓടേണ്ട പോലെ ഓടുമോ? ഈ പഴഞ്ഞ വണ്ടിയൊക്കെ ഓടുമോ? 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ധാരാളം വണ്ടിയുണ്ട്. അപ്പോൾ ഇതൊന്നും ഓടുമോ എന്ന് കണ്ടറിയണം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഓടിയാൽ തന്നെ 270 കോടി മാസം വരുമാനമുള്ളപ്പം അതിനൊരു 135 കോടി രൂപയുടെ ഡീസൽ വേണം. ഡീസൽ ഇല്ലാതെ ഏതൊക്കെയാലും KSRTC ഓടുകയില്ല. അതിന് ഡീസലിന് മൈലേജിന് സബ്സിഡി ഒന്നും വെക്കാൻ പറ്റിയല്ലോ. KSRTCയിൽ ശമ്പളം 170 കോടി രൂപ വേണം. KSRTC പെൻഷൻ 129 കോടി രൂപ വേണം. പിന്നെ ടയർ, സർവീസ്, സ്പെയർ പാർട്സ്, പിന്നെ ബാക്കി അതുവിധ ഇടപാടുകൾ, ഡിപ്രിസിയേഷൻ എല്ലാം കൂടെ കൂട്ടിയാൽ 150 കോടിയിലധികം രൂപ ഒരു മാസം ചിലവുണ്ട്. എന്ന് പറഞ്ഞാൽ വരുമാനം 270 കോടിയുണ്ട്, 434 കോടി രൂപ ആവറേജ് ചിലവുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാസം KSRTCക്ക് നഷ്ടം 164 കോടിയുണ്ട്. പ്ലസ് ഈ പലിശ കൊടുക്കുന്നതും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 292 കോടി രൂപ മാസം KSRTC നഷ്ടത്തിലാണ് ഓടുന്നത്.
ഇവനൊക്കെ നാണമില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഇങ്ങനത്തെ പരസ്യം കൊടുക്കുമ്പം 10 വർഷം മുമ്പ് 124 കോടി രൂപയോളം നഷ്ടം, 292 കോടി രൂപ ഇപ്പം നഷ്ടത്തിൽ ഓടുന്ന പ്രസ്ഥാനം 10 വർഷം മുമ്പ് 124 കോടി രൂപയ്ക്ക് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നെന്നുള്ള പരസ്യം പൊക്കി പിടിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇവനെയൊക്കെ നമ്മൾ എന്തെന്നാണ് വിളിക്കണ്ടേ? ഇവന്മാർക്കൊക്കെ ജനിച്ച കരയ്ക്ക് പോലും നാണമില്ലാത്തവന്മാരല്ലേ അലവലാദികൾ. ഈ മലയാളിക്ക് ഓർമ്മയില്ല ഇതുപോലെ മലയാളിയെ മണ്ടനാക്കുന്ന പരിപാടി, ഇതുപോലെ മണ്ടനാക്കുന്ന ഒരു പ്രസ്ഥാനം വേറെ ഏതാ ഉള്ളത്? ഇവന്മാർ ഈ പരസ്യം കൊടുക്കുമ്പോൾ ഇവന്മാർക്ക് യാതൊരു വെളിവുമില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ KSRTC എന്ന് പറഞ്ഞ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ട് സംസ്ഥാനത്ത് 40 മുതൽ 42,000 വരെ ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ ഓടാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പഠനം. ആ 42,000 സ്വകാര്യ ബസ്സുകൾ ഓടാനുള്ള അനുമതി അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ ഇവിടെ ആളുകൾക്ക് സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കും, റോഡിലെ തിരക്കും ഒത്തിരി കുറയും. നിലവിൽ സംസ്ഥാനത്തിന് വർഷം പ്രത്യക്ഷ പരോക്ഷമായിട്ട് 10,000 കോടിയിലധികം രൂപ വരുമാനം ഉണ്ടാകും. അന്നേരമായി ഈ പണ്ടാരം ഇത്രയും വിഷമിപ്പിച്ച് കൊണ്ടു നടക്കുന്നത്. ഇത് നടന്നതുകൊണ്ട് ഈ സ്വകാര്യ ബസ് വരികയും ഈ KSRTC നിർത്തുകയും ചെയ്താൽ ചിലർക്ക് പ്രശ്നമുണ്ട്. അപൂർവം ചിലർക്കേ ഉള്ളൂ. ഉള്ളത് യൂണിയൻകാർക്കും പിന്നെ യൂണിയൻ നേതാക്കൾക്ക്, അവർക്കാണ് പ്രധാനമായിട്ടും പ്രശ്നം വരുന്നത്. കാരണം ഈ സ്റ്റാഫിൻ്റെ ശമ്പളത്തിനകത്തുനിന്ന് മേടിക്കുന്ന ലെവിയൊക്കെ കിട്ടുന്നത് ഇല്ലെന്നാകും. പിന്നെ പുതിയ ബസ് സ്പെയർ പാർട്സ് ഇതിനൊക്കെ കിട്ടുന്ന കമ്മീഷൻ ഇല്ലെന്നാകും. പിന്നത്തെ പ്രധാന വിഷയം ഇഷ്ടക്കാരെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റാൻ പറ്റിയെന്നാകും. ഈ 3 കംപ്ലൈൻറ്റ്, ഈ 3 കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കിയാൽ, അതായത് ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും തിരികെ കയറ്റുന്ന പരിപാടിയും ഇതിനകത്തുനിന്ന് കിട്ടുന്ന കമ്മീഷനും യൂണിയൻകാർക്കും യൂണിയൻ നേതാക്കന്മാർക്കും കിട്ടുന്ന ലെവിയും അങ്ങോട്ട് ഒഴിവാക്കാമെങ്കിൽ സത്യത്തിൽ ഇത് നടത്താതിരിക്കാവുന്നുണ്ടെങ്കിൽ 100-300 കോടി രൂപ മാസം ലാഭമുണ്ട്. എന്നിട്ട് ഇവന്മാർക്ക് ഈ പരസ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് എഴുതി വെക്കാൻ നാണമില്ലല്ലോ എന്ന് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ 2ാമത്തെ പേജിൽ ഇപ്പോൾ പറയുന്നു കക്കൂസുള്ള വണ്ടി ഇനി വരുന്നു. ഒന്നാമത് KSRTCയുടെ ഡിപ്പോയിൽ നാറ്റം കൊണ്ട് അങ്ങോട്ട് കയറാൻ മേല, ബാത്റൂമിലോട്ടൊന്നും. അതൊന്നും ക്ലീൻ ചെയ്യാനില്ല, KSRTC കഴുകുന്നില്ല. ഇങ്ങനെയുണ്ടെങ്കിൽ കക്കൂസുള്ള ബസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് മനുഷ്യന് വഴി പോലും നിൽക്കേണ്ടി വരികയില്ല. ഇത് ഓടിപ്പോകുമ്പം ഉള്ള മണം കൂടെ വരുമല്ലോ, എല്ലുവണ്ടി പോകുന്ന പോലെ. ഈ എല്ലും കൊണ്ട് പോകുന്ന ചീഞ്ഞ എല്ലും കൊണ്ട് പോകുന്ന വണ്ടികൾ വഴി അവിടെ കടന്നു പോയാൽ, അതുപോലെ ഈ ഒട്ടുപാലും കൊണ്ടൊക്കെ പോകുന്ന വണ്ടികൾ ചിലപ്പോൾ കടന്നു പോയാൽ കുറച്ച് നേരത്തിന് വഴി നിൽക്കത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ KSRTCയുടെ ബസ് പോകുമ്പോൾ നാറ്റം കൊണ്ട് മനുഷ്യന് അതും കൂടെ കാണാൻ മേലാത്ത അവസ്ഥ വരും. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഭാരത് ബെൻസിൻ്റെ ഒരു കക്കൂസുള്ള വണ്ടി മേടിച്ചായിരുന്നല്ലോ. അത് കൊണ്ടു നടന്നിട്ട് അത് ഭയങ്കര വരുമാനം മ്യൂസിയത്തിൽ വെച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന് നേതാക്കന്മാരെല്ലാം കൂടെ. ആ തീട്ട വണ്ടി കൊണ്ടു വെച്ചിട്ട് മാസം എന്നാ കിട്ടിയിട്ടുണ്ട്, അല്ല ഇത്രയും കൊല്ലം കൊണ്ട് എത്ര കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നു എന്നും കൂടി ഈ പരസ്യത്തിലോട്ടൊന്ന് ഇട്ടായിരുന്നത് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഇതിനകത്തെ പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരസ്യം എല്ലാം കൂടെ ചെയ്യുന്നത് ആരുടെ പൈസ കൊണ്ടാണ്? ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പൈസ കൊണ്ട്. നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പൈസ എടുത്തിട്ട് ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇനിയിപ്പം ഒരു 2 മാസം, ഇലക്ഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, ഏപ്രിൽ പകുതിയോടുകൂടിയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെ പോലും ഈ 2 മാസത്തേന് അല്ലെങ്കിൽ ഒരു 1.5 മാസത്തേക്ക് കേരളത്തിലുള്ള സകല പത്രത്തിൻ്റെയും 1, 2, 3 പേജിൽ ഇങ്ങനെ പൈസ കൊടുക്കണമെങ്കിൽ ഇത് എവിടുന്ന് പൈസ എടുത്ത് കൊടുക്കുന്നത്? ഇത് പാർട്ടിക്കാരുടെ പൈസയൊന്നും അല്ല എടുത്ത് കൊടുക്കുന്നത്, പാർട്ടിയുടെ ഫണ്ടും അല്ലല്ലോ കൊടുക്കുന്നത്. ഇവിടുത്തെ പൊതുജനത്തിൻ്റെ നികുതി പണം എടുത്ത് ഇതുപോലെ കൊടുക്കുമ്പം ഈ പറയുന്നത് മുഴുവൻ നുണയും. എന്നതെങ്കിലും കാര്യം ഉണ്ടായിരുന്ന വേണ്ട. അന്നത്തെ രേഖ കറക്റ്റാ, 124 കോടി രൂപ നഷ്ടം അന്നുണ്ടായിരുന്നത്. ഈ 10 കൊല്ലം പരിച്ച് മുടിപ്പിച്ചപ്പം അത് 300 കോടി രൂപ നഷ്ടത്തിലോട്ട് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അത് മനസ്സിലാകുന്നില്ലെന്നുള്ള രീതിയിൽ എന്നിട്ട് യുവമാരങ്ങോട്ട് പിന്നെ പരസ്യം ചെയ്ത് വെക്കുക. എന്തൊരു കഷ്ടമായി! ജനിച്ച കരയ്ക്ക് നാണം ഉണ്ടോ യുവമാർക്ക്? ഈ പരസ്യങ്ങൾ ഫുൾ പേജിൽ 2 പേജൊക്കെ വെച്ച് 1ാമത്തെ പേജിലും 3ാമത്തെ പേജിലുമായിട്ട് നിരന്തരം ഇങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പണമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ കുറച്ച് പേര് ഇങ്ങനെ പരസ്യം കൊടുക്കുന്നതിന് നികുതിപ്പണം എടുത്താണോ ഇത് വെക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിവരാവകാശങ്ങൾ വെക്കണം. വെച്ചത് വെളി കൊണ്ടുവരണം. ആശമാർക്ക് 100 രൂപ കൊടുക്കാൻ സർക്കാരിൻ്റെ ഇല്ല, കൂടുതൽ കൊടുക്കാൻ 100 രൂപ കൊടുക്കാനില്ലാത്തപ്പോഴാണ് ഇത് കൂട്ട് ശൂത്ത കൊള്ളരുതായികൾ കാണിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.